ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 50-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേട്ടൻ പ്രിയപ്പെട്ട സഹോദരരെ, ഏതാനും സെഷനുകളായിട്ട് ഞാനൊരു യുവതി പൈശാചിക ആവാസത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച അനുഭവത്തെക്കുറിച്ച് അതിൻ്റെ ചില വിശദാംശങ്ങൾ ഒന്നൊന്നായിട്ട് പങ്കുവെക്കുകയാണല്ലോ. ആ യുവതി വിടുതലിലേക്ക് വരാനായിട്ട് അവളുടെ ബന്ധനത്തിൻ്റെ കെട്ടഴിഞ്ഞത് അവൾ നടത്തിയ കുമ്പസാരത്തിലൂടെയാണ്. പക്ഷെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും എളുപ്പമായിരുന്നില്ല. കുമ്പസാരിക്കാനായിട്ട് അവൾ സ്വയം നിയന്ത്രണമുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ വിശദമായിട്ട് കള്ളാസി കുറിച്ച് ഇങ്ങനെ ഒരുങ്ങി നീണ്ട ലിസ്റ്റുമായിട്ട് എൻ്റെ പക്കൽ കുമ്പസാരിക്കാനായിട്ട് വരും. അങ്ങനെ വന്നു, പ്രാവശ്യം വന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും തന്നെ കുമ്പസാരം അവൾ ആരംഭിച്ച് കഴിയുമ്പോഴേ അവൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാതെ രണ്ട് ബുദ്ധിമുട്ടാണ് കണ്ടത്. ഒന്ന്, അവൾക്ക് നാവ് ഇങ്ങനെ പിടിച്ചു വെച്ചതുപോലെയാണ്. ഇപ്പം ഞാൻ ഇന്ന പാപം ചെയ്തു, ഞാൻ അത് പറയാൻ വരുമ്പം ഞാൻ ഇങ്ങനെ നാക്കിനെ കെട്ടിവെക്കുകയാണ്, സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കിടന്ന കൊച്ച് വല്ലാണ്ട് വിഷമിച്ചു. രണ്ടാമതൊന്ന്, അവൾ വീണ്ടും അത് മറികടന്നുകൊണ്ട് ഇങ്ങനെ കുമ്പസാരിക്കാനായിട്ട് മുന്നോട്ട് വന്ന പാപങ്ങൾ ഏറ്റുപറയുന്ന അവസ്ഥ വരുമ്പോൾ കണ്ടൊരു കാര്യം, എടുത്തടിച്ച് നിലത്തോട്ട് വീഴുകയാണ്. മറിഞ്ഞ് വീഴുന്നു. പിന്നെ അവളിൽ പൈസ അരിവ് വെളിപ്പെടുന്നത്, അവൾക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്നിനവസ്ഥ ഞാൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ ഞാൻ വാങ്ങിച്ചിട്ട് ശുശ്രൂഷകർ അവളെ ബലമായിട്ട് സ്വയം ഉപദ്രവിക്കാതെ അപകടം ഉണ്ടാക്കാതെ നിലത്ത് ഇങ്ങനെ കടത്തി സൂക്ഷിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ പേപ്പറിലൂടെ കടന്നു പോയിക്കൊണ്ട് ഓരോ പാപവും ഞാൻ ശ്രദ്ധിച്ച് എടുത്തിട്ട് പാപം ആശ്വരം കൊടുത്ത് അങ്ങനെയൊക്കെ ഞാൻ കുമ്പസാരത്തിലൂടെ കൊണ്ടുവരാൻ നോക്കി. ഏതാനും പ്രാവശ്യം അങ്ങനെ വന്നു. അവസാനത്തെ ഒരു വിടുതൽ കിട്ടിയ കുമ്പസാരത്തിൽ സംഭവിച്ചെന്ന് വെച്ചാൽ, അവൾ കുമ്പസാരിക്കാനായിട്ട് വന്ന് ഇങ്ങനെ മുട്ടുകുത്തി കുമ്പസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവളുടെ മുമ്പിൽ എൻ്റെ എതിർവശത്തായിട്ട് പൈശാചിക സാന്നിധ്യങ്ങൾ കാണുകയാണ്. കണ്ടിട്ട് അവൾ എന്നോട് പേടിച്ച് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ കുമ്പസാരത്തിൽ ഇതേറ്റു പറഞ്ഞാൽ എൻ്റെ അമ്മയെ തകർക്കുമെന്ന് പറയുന്നു. ആ അമ്മയെ എനിക്ക് കാണണം, അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അവർക്ക് അറിയാം. പെട്ടെന്ന് ഞാൻ അമ്മ ധ്യാനിക്കുന്നുണ്ട്, അമ്മയെ വിളിച്ചു വരുത്തി. അമ്മ വാതൊക്കെ വന്ന് വാതത്തേക്ക് നോക്കി. അവൾ അമ്മയെ കണ്ടു. ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞ് പുറത്തിരുന്നോളാൻ പറഞ്ഞു, കാണാവുന്നതിൽ അപ്പുറത്ത് മാറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അവിടെ ഇരുത്തി. അവൾ വീണ്ടും ഇങ്ങനെ കുമ്പസാരിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. പക്ഷെ കുമ്പസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവൾ ഈ പിശാചുക്കൾ ഇങ്ങനെ അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഞങ്ങളുമായുള്ള നിൻ്റെ ബന്ധം നീ വിച്ഛേദിച്ചാൽ നീ അനുഭവിക്കും, ഇങ്ങനെ പറഞ്ഞ് എന്തൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അവളിങ്ങനെ അങ്ങോട്ട് നോക്കി പേടിച്ച് കുമ്പസാരിക്കാൻ പറ്റാതെ വിഷമിക്കുന്നത് കണ്ടപ്പം ഞാൻ എൻ്റെ കസേര തിരിച്ച് അവിടെ മുമ്പിലേക്ക് ഇട്ടു. അവൾ എങ്ങോട്ട് നോക്കിയിട്ടാണ് പൈശാചികയെ കാണുന്നത്, അങ്ങോട്ട് തിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി നീ എന്നെ നോക്കി കുമ്പസാരിക്കാൻ പറഞ്ഞു. അവൾ വീണ്ടും എന്നെ മുഖത്ത് നോക്കി അങ്ങനെ കുമ്പസാരിക്കാൻ പരിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഈ പൈശാചിക അരൂപിയുടെ ഭീകരമായ ഭീഷണി കണ്ടിട്ട് എന്നെ പെട്ടെന്ന് അവിടുന്ന് വലിച്ചു മാറ്റി. അച്ഛൻ അവിടുന്ന് മാറും എന്നെ വലിച്ചു മാറ്റുകയാണ്. സമ്മതിക്കാൻ അവിടെ ഇരിക്കാൻ. ഞാൻ നീ പേടിക്കണ്ട, ഇല്ല അച്ഛൻ അവിടുന്ന് മാറണം. അപ്പം ഞാൻ പിന്നെ മാറിയിരുന്നു. കാരണം പൈശാചിക രൂപികൾ ഇങ്ങനെ എൻ്റെ നേരെ കോപം നിറഞ്ഞ് വല്ലാണ്ട് ആക്രമിക്കാൻ നോക്കുന്ന അവൾ കാണുകയായിരുന്നു. അങ്ങനെ ഞാൻ മാറിയിരുന്നു. ഞാൻ പറഞ്ഞു, നീ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ വീണ്ടും അവൾ പരിശ്രമിച്ച് അവസാനം അവൾ അവിടെ നേറ്റ് ഞാനിങ്ങനെ സാത്താനെ അരൂപിയെ വിളിച്ച് എന്നെ തന്നെ അവന് ഏൽപ്പിച്ച് കൊടുത്തു. തെറ്റിപ്പോയി. ഇത് പറഞ്ഞ ക്ഷണം സ്നേഹമുള്ളവരെ പെട്ടെന്ന് അവൾ സാത്താനെ എവിടെ കണ്ടോ അങ്ങോട്ട് നോക്കി. മനോഹരമായിട്ട് അവിടെ മുഖം വിടർന്ന് പുഞ്ചിരി നിറഞ്ഞു. എന്നോട് പറയും, അവന്മാർ പോവുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, കുമ്പസാരത്തിന് പാപയേറ്റു പറയുമ്പം ഞാൻ മോചനം കൊടുക്കാൻ പോകുന്നേ ഉള്ളെങ്കിലും ഏറ്റു പറഞ്ഞ ക്ഷണം തന്നെ ഈ കെട്ടവിടെ പൊട്ട് കാണും. അത് അവകാശയോട് പൂർത്തിയാകുന്നത് ആശ്വരം കൊടുക്കുമ്പോഴാണ്. അത് ആ നിമിഷം തിരിച്ചറിയുന്നു. അത്ര ഒരു ബോധ്യം. ഏറ്റുപറച്ചില്ല. ഒരു വ്യക്തിയുടെ പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് ഇനി ചെയ്യില്ല തീരുമാനമെടുത്തു. പിന്നെ അത് 3 കാര്യം, നല്ല കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങൾ. പിന്നെ എന്താണ്? ഏറ്റുപറഞ്ഞു. പിന്നെ പാപം ഞാൻ ആശ്വരം കൊടുക്കുകയാണ്, തമ്പുരാൻ തരുന്നതാണ്. പിന്നെ പ്രാവശ്യം നിർവഹിക്കുക. അപ്പോൾ 5 കാര്യങ്ങൾ 4 നടന്നു കഴിഞ്ഞു. അപ്പം തന്നെ ഞാൻ ആശീർവാദം കൊടുക്കാമെന്നുള്ളത് ഞാൻ കൊടുക്കണം. പക്ഷെ അതിനു മുമ്പ് തമ്പുരാൻ സ്വീകരിച്ചു കഴിഞ്ഞു. അത് വലിയൊരു മനോഹരമായ നിമിഷമായിരുന്നു. പിന്നെ അവൾ ബാക്കി പാപങ്ങളെല്ലാം പറഞ്ഞ് കുമ്പസാരിച്ച് ഞാൻ ആശീർവാദം കൊടുത്തു. അത് കഴിഞ്ഞ ധ്യാനത്തിൻ്റെ സമാപന അഭിഷേക ശുശ്രൂഷയിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി. ഇങ്ങനെ പൂർണ്ണ വിടുതലിക്കാൻ കൊച്ചു കടന്നു വരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പാവമോചനമെന്ന് പറയുന്നത്
പൈശാചികമായി കെട്ടഴിക്കുന്നതിന് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈശോയുടെ രക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാപമോചനവുമായി ബന്ധപ്പെട്ടതാണ്. ഈശോ എന്ന പേരിൻ്റെ തന്നെ അർത്ഥം എന്താണ്? മത്തായി 1:21 അവൻ തന്നെ ജനതയുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അതാണ് രക്ഷകൻ. പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരെന്നാണ് യേശു, യോശുവ, യാഹ്വേ സേവ്സ്. ആ വാക്ക് അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ സ്നാപകന്റെ പിതാവായ സക്രിയായുടെ നാവിൻ്റെ കെട്ടഴിയുന്നത് ശിശുവിൻ്റെ പേര് യോഹന്നാൻ എന്നാണെന്ന് എഴുതി കാണിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ആത്മാവ് നിറഞ്ഞിട്ട് അദ്ദേഹം പ്രവചിക്കുമ്പോൾ 76-77 വാക്യങ്ങൾ അവിടെ കാണാം. നീയോ പൈതലെ, അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് നിന്റെ ദൗത്യം എന്താ, ഡ്യൂട്ടി എന്താണ്? പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാൻ നീ അവിടുത്തെ മുൻപേ പോകും. അപ്പോൾ ഈശോയുടെ രക്ഷ, ഈശോ കൊണ്ടുവന്ന രക്ഷ പാപമോചനം വഴിയുള്ള രക്ഷയാണ്. അപ്പോൾ ഈശോ കൊണ്ടുവന്ന രക്ഷ വേറെ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്? പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പിശാചിൻ്റെ പ്രവൃത്തിയെ നശിപ്പിക്കാൻ ദൈവത്തിന് പ്രത്യക്ഷനായത് 1 യോഹന്നാൻ 3:8 നമുക്കറിയാം. അതേ ലേഖനം 1 യോഹന്നാൻ 3:5 പറയുന്നുണ്ട്, പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് പ്രത്യക്ഷനായത്. പാപങ്ങൾ ഏറ്റെടുക്കുക വഴിയാണ് പിശാചിൻ്റെ പ്രവൃത്തിയെ ഈശോ നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ വഴി ഒരുക്കിയത് പാപഭയത്തിനുള്ള വെള്ളം കൊണ്ടുള്ള സ്നാനം കൊടുത്തുകൊണ്ടാണ്. അപ്പസ്തലന്മാരോട് ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ലൂക്കാ 24:47 സ്വർഗത്തിൻ്റെ ആരോഹണത്തിന് തൊട്ട് ഉപയോഗിച്ച് പറഞ്ഞു, ജെറുസലേമിൽ തുടങ്ങി ലോകത്തിൻ്റെ അതിർത്തി വരെ നിങ്ങൾ പ്രസംഗിക്കണം. എന്ത് പ്രസംഗിക്കണം? പാപമോചനത്തിലുള്ള അനുതാപം വേണം നിങ്ങൾ പ്രസംഗിക്കാൻ. കണ്ടോ, പാപമോചനം ആൾക്കാർക്ക് ലഭിക്കാൻ അവരെ തയ്യാറാക്കുന്ന, ഒരുക്കുന്ന അനുതാപം. അപ്പം സുവിശേഷ പ്രസംഗത്തിൻ്റെ വിഷയം തന്നെ അനുതാപമാണ്. ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം ആധികാരികമായിട്ട് നടത്തിയ പെന്തക്കോസ്ത് പത്രോസ് അപ്പോസ്തലനാണല്ലോ. അത് കഴിയുമ്പോൾ അത് കേട്ടിരുന്ന ആൾക്കാർക്കുള്ള അനുഭവം നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ 37-ാം ഭാഗത്തിൽ വായിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റു സഹോദരനോടും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ച പാപത്തിൽ സ്നാനം സ്വീകരിക്കുക. അപ്പം സ്നാനം, ജ്ഞാനസ്നാനം, മാമോദിസയുടെ ഒന്നാമത്തെ അർത്ഥം എന്താ? നമ്മുടെ വിശ്വാസപ്രമാണം ചൊല്ലുമ്പോൾ ചൊല്ലുന്നില്ലേ, പാപമോചനത്തിനുള്ള ഏക മാമോദിസ നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം സ്നാനം, കഴുകുക, കുളിപ്പിക്കുന്ന എന്തിനാ? ചെളി പോകാൻ. ജ്ഞാനസ്നാനം നമ്മുടെ ജീവിതത്തിൻ്റെ സകല പാപത്തെയും കഴുകിക്കളയുന്നതാണ്. അപ്പോൾ ഈ വചനം മുഴുവൻ കാണിക്കുന്നത് പാപമോചനം വഴിയേ നമുക്ക് രക്ഷയുള്ളൂ. ഈശോ കൊണ്ടുവന്ന രക്ഷ നമ്മൾ ആരെങ്കിലും സ്വന്തമാക്കണമെങ്കിൽ അനുതാപം വേണം, പാവബോധം, പശ്ചാത്താപം, ഏറ്റുപറച്ചിൽ, മോചനം അതിലേക്ക് വേണം. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ പ്രവൃത്തി, പാപം, അതിൽ ആഴപ്പെട്ടു പോകുന്നവരുടെ പിശാചിൻ്റെ വല്ലാത്ത ബന്ധനങ്ങൾ എടുത്ത് കഴിയുമ്പം ആ കെട്ടഴിക്കാനുള്ള ഒന്നാമത്തെ മാർഗവും അനുദപിക്കുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ ദൈവരായി സമീപിച്ചിരിക്കുന്നു, അനുദപിക്കുവനെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോഴും, ഓരോ പ്രാവശ്യം വചന പ്രഭാഷണം കേൾക്കുമ്പോഴും, ധ്യാനം കൂടുമ്പോഴും എല്ലാം നമുക്കുണ്ടാകേണ്ട അനുഭവം, നമ്മുടെ ജീവിതത്തിൽ പിശാചിൻ്റെ പ്രവൃത്തികൾ കയറിക്കിടക്കുന്ന മേഖലകൾ കുറേ കൂടി തിരിച്ചറിയാൻ പറ്റുക, കുറേ കൂടി പാവബോധം ഉണ്ടാവുക. പാവബോധം, പശ്ചാത്താപം, ദൈവകരുണയിലുള്ള പ്രത്യാശയോടെ ഏറ്റുപറയുന്നു, മോചനം പ്രാപിക്കൽ, സുഹൃത്തുവത്തൻ്റെ വീട്ടിൽ കിടി വിരുന്നിൻ്റെ ആഘോഷം, അപ്പായുടെ സ്നേഹ ആലിംഗനം. ഇതാണ് നമ്മുടെ രക്ഷയുടെ വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവെ മരിയ, ആവെ മരിയ, ആവെ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.